ഒരു നൂറ്റാണ്ട് മുൻപാണ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞൊരു മഹാമാരി ലോകത്തെ കീഴടക്കി. അന്നത്തെ ചില ചർച്ചുകളുടെ നോട്ടീസ് ഒക്കെ വായിക്കാനിടയാക്കും. They didn't have any option, to connect each other. So actually we are really privileged to connect each other. At least we can see the faces of our relatives. അല്ലെ, ഒന്ന് ഫോണൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. So we are really, privileged to live in this generation. Okay, perfect. ഞാൻ വളരെ സാവധാനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ എൻ്റെ ഒപ്പം സഞ്ചരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ഓഡിയോ മാത്രമാണെങ്കിൽ ഇടയ്ക്ക് അശ്രദ്ധ വരാൻ ചാൻസസ് ഉണ്ട്. ദർ ആർ ചാൻസസ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് മിടുക്കന്മാരൊക്കെ ആയിട്ട് സ്മാർട്ടൊക്കെ ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. സോ എൻകറേജ് യു ടു ബി ഇൻ വീഡിയോ മോഡ് if you have any if you don't have any technical connectivity problems and all. So ഇതാണ് നമ്മുടെയൊക്കെ വീട്ടിലെ past ഒരു 4-5 months ആയിട്ടുള്ള situation. Many of them are working from home. We are connected each other through computer and all, online and all. So this is the usual scenario for the past few months. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, I don't know whether you have seen this video and all. ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ജീവിതശൈലി മാറി, പദങ്ങൾ മാറി. സൂമെന്നൊന്നും നമ്മൾ പ്രായമുള്ളവരൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടോ? അധികം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാവരും സൂം ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ 2000 ശേഷം ജനിച്ച യങ്സ്റ്റേഴ്സിനെ മില്ലേനിയൽസ് എന്നാ പറയുന്നത്. They are termed as millennials. ഈ നൂറ്റാണ്ടിന്റെ പിള്ളേർ എന്നൊക്കെയാ പറയുന്നത്. But after COVID, the terminology has changed to coronials. ഈ കൊറോണയൊക്കെ നമ്മൾ അതിജീവിക്കും. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ മേ ബി ആഫ്റ്റർ 20 years 30 years നമ്മളോടൊക്കെ ചോദിക്കും, ഹേ കൊറോണിയൽ എങ്ങനെയായിരുന്നു അച്ഛാ, നിങ്ങൾ അതിനൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചെന്നൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സൂമിലൊക്കെയുള്ള ജനറേഷനെ ബേബി സൂമേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ബേബി സൂമേഴ്സ്, ഈവൻ യങ്സ്റ്റേഴ്സ് അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അല്ലെ. അതുപോലെ തന്നെ ടീനേജേഴ്സിനെ ക്വാറന്റീൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. So a lot of changes happen in the midst of all this COVID scenario. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ചർച്ചിലൊക്കെ സാധാരണ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ പറയും, ചരിത്രത്തെ യേശുക്രിസ്തു രണ്ടായി വിഭാഗിച്ചു, AD എന്നും BC എന്നും. But in future there are chances to term BC and AC, before COVID, after COVID എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എനിവേ, see, lot of changes are happening. നമ്മൾ മീഡിയ ഈ പിക്ചർ ഈസ് വെരി ഫെമിലിയർ ടു അസ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് മേ ബി സിറ്റിംഗ് ഇൻ യുവർ ഹോം. I generally focus the youngsters in this generation. ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സിനെയാണ് ഞാൻ കൂടുതൽ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചേഴ്സ് ഒക്കെ കാണിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ നമ്മൾ കാണേണ്ട കാര്യങ്ങളെ കാണാവുള്ളൂ, കേൾക്കേണ്ട കാര്യങ്ങളെ കേൾക്കാവൂ, സംസാരിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ജേർണി പറഞ്ഞ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകുകയാണെങ്കിൽ അത് പറഞ്ഞ് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ബേസിക്കലി ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു ദർശനം എന്ന് പറയുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുക. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു ടെർമിനോളജി ഒക്കെ ഉണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് നാളത്തെ സഭ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെയല്ല. ടുഡേയ്സ് ജനറേഷൻ ആർ ടുഡേയ്സ് ചർച്ച്. ഇന്നത്തെ ചെറുപ്പക്കാരാണ് ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. So God encouraged me to write 2 books. My first book name was വാട്സാപ്പ് ചിന്തകൾ. നിങ്ങൾ ചിന്തിക്കും ഇതെന്തെങ്കിലും വാട്സാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. സാൽവേഷൻ, ബാപ്റ്റിസം, സെക്കൻഡ് കമ്മിങ് ഇതെല്ലാം മെൻഷൻ ചെയ്തൊരു ബുക്കാണ്. ദീസ് ബുക്സ് ആർ അവൈലബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദി ലീഡിങ് ഷോപ്പിംഗ് മോൾസ്, ലുലു മോളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. യൂഷ്വലി അവർ ബുക്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ സെക്യുലർ പ്ലേസസ്. am I right? പക്ഷെ ദൈവം അങ്ങനെ ഒരു ദർശനമാണത്. The other book name is Selfie Through Gospels. അതായത് ഞാനൊരു യൂത്ത് ക്യാമ്പിന് പോയപ്പോൾ, എഞ്ചിനീയറിംഗ് PG സ്റ്റുഡൻസ് ഒരു ക്യാമ്പിൽ, 230ഓളം കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പിൽ 4 സുവിശേഷം വായിച്ചൊരു കൈവക്കാൻ പറഞ്ഞു. They know E is equal to MC². They know, Newton's law. They know about ICSE syllabus. They are well versed in multiple languages. They play PUBG very well, but they never read, the whole Gospels. That is it's a painful scenario inside the church. അന്ന് ചോദിച്ചപ്പോൾ കഷ്ടിച്ച് 20 കുഞ്ഞുങ്ങളെ കരമുയർത്തിയോ.
So God gave me a burden to write a book. So സെൽഫി ത്രൂ ഗോസ്പൽ, സെൽഫി സുവിശേഷങ്ങളിലൂടെയാണ് ആ പുസ്തകത്തിന്റെ പേര്. അതായത് ഓരോ അധ്യായം വായിക്കുക, ഒരു സെൽഫി എടുക്കുക എന്നൊരു കൺസെപ്റ്റാണ്. ആൻഡ് ദ അതർ ബുക്ക് നെയിം ഈസ് ബ്രോയുടെ സുഭാഷിതങ്ങൾ. ചെറുപ്പക്കാരെല്ലാം ഹായ് ബ്രോ എന്നല്ലേ വിളിക്കുന്നത് അല്ലെ? പ്രായമുള്ള അപ്പച്ചന്മാരെ പോലും അവരിപ്പോ ഹായ് ബ്രോ എന്നൊക്കെ വിളിച്ചു തുടങ്ങി, ഹേ ബ്രോ എന്നൊക്കെ. ഈവൻ ഗേൾസ് ഗ്രീറ്റ് ഈച്ച് അതർ, യു നോ. സോ ദർ ഈസ് എ ബുക്ക് കോൾഡ് പ്രൊവേർബ്സ്, സദൃശ്യവാക്യങ്ങൾക്ക് സുഭാഷിതങ്ങൾ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു പേരിട്ടത്. സോ 31 അധ്യായങ്ങളിലെ 31 ചിന്തകളാണ്. സോ അനദർ ബുക്ക്, ഇറ്റ്സ് ഇൻ ബൈലിംഗ്വൽ ലാംഗ്വേജ്, ഇറ്റ്സ് എ സ്മോൾ ബുക്ക്ലെറ്റ് കോൾഡ് ഹിസ് സിഗ്നേച്ചർ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഒരു ജനറേഷൻ ഡിഫറെന്റ് ജനറേഷനാണ്. വി ഹാവ് ടു അഡ്രസ് ദം, വി ഹാവ് ടു കണക്ട് ദം. നമ്മൾ ആ തലമുറയെ തീർച്ചയായും കണക്ട് ചെയ്യാൻ മറക്കല്ല. ഇതിന്റെ നടുവിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാം വളരെ ടെൻഷനിലാണ്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസ് ഉണ്ട്, IT-കാർക്കൊക്കെ ജോലി പോയി, നമ്മുടെ മക്കളോ നമ്മളോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്? ഈ ലോകത്തിന്റെ ഭാവി എന്താണ്? ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്? ഇങ്ങനെ ഒരു ടെർമിനോളജി ഉണ്ട്, വൂക്ക വേൾഡ് എന്ന് പറയും. വൂക്ക വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൂക്ക എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ശീതയുദ്ധത്തിന് ശേഷം American army used this terminology. They had a big fight between, a Cold War between American and Russian, both countries. So after the Cold War, they were not sure about how the world moved forward. So അന്ന് തുടങ്ങിയ ഒരു കൺസെപ്റ്റ് ആണ് VUCA world. Even many companies use this, corporates use this terminology. Volatile, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലുഷിതമാകുന്ന സാഹചര്യങ്ങൾ, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വമാണ്. We don't know where it move forward. കോവിഡ് കഴിയുമ്പോൾ ഈവൻ ചർച്ചിന്റെ സ്ട്രക്ചർ മാറാം, കോംപ്ലക്സിറ്റി, വളരെ സങ്കീർണമാകുന്ന അവസ്ഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് ചിന്തിക്കുകയായിരുന്നു, ഈവൻ സ്കൂൾസ് ഒക്കെ മാറുമോ നമുക്കറിയത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുക. ഈവൻ അംബിഗ്യൂറ്റി, ഒരു വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്, അല്ലെ? നോൺ അൺനോൺസ് എന്ന് പറയും. അറിയാമോ? അറിയാം, എന്നാ ഒട്ടും അറിയത്തില്ല. അൺനോൺസ് ഒക്കെ പെരുകുന്ന ഒരു ലോകത്തിൽ ക്രിസ്തു ഭക്തൻ തിരിച്ചറിയണം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നത്, ഇല്ലേ? പലപ്പോഴും ഡിപ്രഷനും ഐസൊലേഷനും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വിഷാദിച്ചുള്ളി ഞരങ്ങുന്ന വ്യക്തിത്വങ്ങളാണ് മനുഷ്യരെന്ന നിലയിൽ. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാ, വിഷാദിച്ചുള്ളി ഞരങ്ങിയാലും അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്താൽ മാത്രമേ നമുക്ക് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയൂ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, COVID-19 is a free global experiential learning program. ഇതൊരു ഫ്രീ ആയിട്ട് ഇങ്ങ് വന്നേക്കുക. നമ്മളെ എല്ലാം പുതിയ കാര്യങ്ങൾ ഇത് പഠിപ്പിക്കും. ഇതിന് നടുവിൽ പഠിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, സ്വരം കേൾക്കുക. ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദ ഒറിജിനൽ 2020 ഹിസ് ഹിസ്റ്ററി. 2020 എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ മിനിഞ്ഞാന്ന് കണ്ടൊരു വാർത്ത ഇങ്ങനെയാ, ഒരു പിക്ചർ തമാശയ്ക്ക് കൊടുത്തിരിക്കുന്നതാ. ദ മോസ്റ്റ് യൂസ്ലെസ് തിങ് ഇൻ 2020 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പടം പാസ്പോർട്ടിന്റെ പടമാണ്. അതായത് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു, അല്ലെ? ഒരുപക്ഷെ നമ്മളൊരു കൺട്രിയിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോയിണ്ടാവും ഒരു ക്രൈസിസ് കാരണം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയായി പാസ്പോർട്ടുകൾ മാറിയിരിക്കും. തിരിച്ചറിയണം. അടുത്തൊരു സെന്റൻസ് ഞാൻ കാണിച്ചത് നിങ്ങൾ സ്ക്രീനിൽ കാണണം. ക്രൈസിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഡിസ്റപ്റ്റർ. ഇത് നമ്മളെ കുലുക്കിക്കളയുന്ന ഒരു പ്രതിസന്ധിയല്ല. ക്രിസ്തു ശിഷ്യൻ തിരിച്ചറിയണം, ഇറ്റ്സ് ആൻ ആക്സിലറേറ്റർ. ഇറ്റ്സ് ആൻ ആക്സിലറേറ്റർ. ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുകയാ, അതെന്റെ ഒരു ചിന്തയാ. ആ ചിന്ത തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഞാനതൊരു നല്ല പോസിറ്റീവായ ഒരു ചിന്തയായി ചിന്തിക്കും.
ഈ ടെക്നോളജി യുഗത്തിൽ ജനറേഷൻ തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെക്നോളജി യുഗത്തിൽ ഈ ക്രൈസിസ് ഈ ജനറേഷൻ ഗ്യാപ്പിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും ഒന്ന് ഒരുമിപ്പിക്കുന്ന എൻ്റെ ഒരു ചിന്ത ദൈവരാജ്യം സംബന്ധിച്ച്. സോ പ്ലീസ് ബി എക്വിപ്ഡ് ഫോർ ദിസ് ആക്സിലറേറ്റഡ് പ്രോസസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓർ എൻഹാൻസ്മെന്റ് ഓഫ് ഗാഡ്സ് കിങ്ഡം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. The shift from facility-centered ministry to home-based ministry happened in hours. ഇല്ലേ? നമ്മൾ ആഴ്ച ചിന്തിച്ചോ? നമ്മൾ ഓൺലൈനിലോ ഞാനൊന്ന് ഓൺലൈനിൽ വരൂല, ഇല്ലേ? നമ്മൾ ചിന്തിച്ചു കാണും. ബട്ട് തിങ്സ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിങ്സ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബിയോണ്ട് അവർ കൺട്രോൾസ്. പക്ഷെ ഇതിന്റെ നടുവിലും ദൈവഭക്തൻ തിരിച്ചറിയണം. ഇതിന്റെ നടുവിൽ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് സഭകൾ തിരിച്ചറിയുന്നുണ്ട്. The leaders who embrace change, church who embrace change, ഈ മാറ്റത്തെ ആലിംഗനം ചെയ്യുന്നവർ, ഇതിന്റെ നടുവിലും ഒരു എനർജി ദൈവരാജ്യം സംബന്ധിച്ച് ദൗത്യം സംബന്ധിച്ച് തിരിച്ചറിയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്രൈസിസ്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് is the cradle of innovations and breakthroughs. പുത്തൻ കാര്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു കളിത്തൊട്ടിൽ, എന്താ പറയേണ്ടത്, ആട്ടുതൊട്ടിൽ, എന്താ പറയേണ്ടത്, അതാണ് പ്രതിസന്ധി എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ തോട്ട് പ്രോസസ് അല്ല. നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണമേ എന്ന് ആസ് യൂഷ്വൽ ചർച്ചിൽ കേൾക്കുന്ന സന്ദേശങ്ങളെക്കാൾ ഒന്ന് ശരിക്കും ചിന്തിക്കണമെന്ന് ഞാൻ ദൈവരാജ്യം സംബന്ധിച്ച് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് ചിന്തിക്കണം. സാവധാനമാണ് നമ്മൾ സംസാരിക്കാൻ പോകും. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഐ സ്ട്രോങ്ലി എൻകറേജ് ടു write down the points which God speaks to you. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും. ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് ഞാനൊരു 5-6 പ്രാവശ്യം സംസാരിച്ചൊരു മെസ്സേജാണ്. ദിസ് മെസ്സേജ് പ്രോസസ്ഡ് മൈ ലൈഫ്. ഞാൻ പറയാൻ പോകുന്ന സന്ദേശം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ചതാണ്. ഞാനിത് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെയും മാറ്റിമറിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം ഒരു ചരിത്രമുണ്ടല്ലേ? Every human being have a story to tell. നമുക്കെല്ലാം ഒരു കഥ പറയാറുണ്ട്. Let me seek your attention to the biodata of a young man from the Bible. ബൈബിളിലെ ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിലെത്തിയ ഞാനൊരു അച്ചായൻ എന്ന് പറയുക, ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ യൂത്ത് എന്നൊക്കെ പറയും, ഒരു യൂത്തിന്റെ ഒരു അച്ചായന്റെ ലൈഫിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാനൊന്ന് ശ്രദ്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിലെ 3 വാക്യങ്ങൾ ഞാൻ അതിന് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്? നിങ്ങളുടെ ആത്മീക ജീവിതം എങ്ങനെയാണ്? ഒരു പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആയിരിക്കും. ഫാമിലി ലൈഫ് പല സ്ഥലങ്ങളിലാകുന്നത് കൊണ്ട് വറീഡ് ആയിരിക്കും. ഒരു പക്ഷേ ഭാവിയെ കുറിച്ചുള്ള ഭയാശങ്കകൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകും. അതിനേക്കാളൊക്കെ അപ്പുറമായി മുകളിൽ കയറി നിൽക്കുന്ന നിലവാരത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ആത്മീക നിലവാരം, ജീവിതം എവിടെയാണ് ഡ്യൂറിംഗ് ദിസ് കോവിഡ് പീരീഡ്, ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൌൺ പീരീഡ് എന്നൊരു ചോദ്യം നിങ്ങളോട് പ്രാരംഭത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈസ് ഇറ്റ് ഇൻ എ ഗ്രീൻ സോൺ ഏരിയ? COVID-19 വന്നതിന് ശേഷം നമുക്കിത് ശരിക്കും അറിയാം, അല്ലേ? നമ്മൾ ട്രാഫിക് സിഗ്നൽ ഒക്കെ കാണാറുണ്ട്. So is it whether it is on yellow zone? നമുക്കറിയാം ട്രാഫിക് വണ്ടി ഇങ്ങനെ പാഞ്ഞു വരുമ്പോ ഒരു മഞ്ഞ കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ബ്രേക്ക് ചവിട്ടണം, മിക്കവാറും നമ്മുടെ മനോഭാവം ഈ മഞ്ഞ മാറുന്നതിന് കയറി പോകണം, ഇല്ലേ? അതായത് ഒരു ജാഗ്രത വേണ്ട ഒരു കാലഘട്ടമാണ്. അതോ റെഡ് സോണിലാണോ നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് നിൽക്കുന്നത്? So ഈ 3 colors you have to keep in your mind throughout this message, and you have to process this message after I share this word of God with you. Whether you are in green zone or in yellow zone or in red zone, അത് നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, ട്രാഫിക് സിഗ്നൽസ് നമുക്കറിയാം. ഓക്കെ, what about your husband wife relationship?
നിങ്ങളുടെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, പേരൻസ് ചൈൽഡ് റിലേഷൻഷിപ്പ്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, ദൈവദാസനും ദൈവ സഭയിലെ അംഗങ്ങളും തമ്മിലുള്ള ബന്ധം, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പ്രേക്ഷിത ദൗത്യവും എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പബ്ലിക് ലൈഫും നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫും എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫും നിങ്ങളുടെ യഥാർത്ഥ ജീവിതവും എങ്ങനെയാ? ഈ ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ചില ചോദ്യങ്ങൾ, ഞാൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറിയ പ്രായത്തിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണോ താങ്കൾ? You got the opportunity to love God or experience the beauty of this Christian journey since your childhood days. ചെറിയ പ്രായം മുതൽ സഭയിൽ അവസരം ലഭിച്ച യഥാർത്ഥ മിഷൻ എന്നത് മനസ്സിലാക്കിയ വ്യക്തിയാണോ താങ്കൾ? എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ചില ചിന്തകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് ദേമാസ് എന്ന. ദേമാസ്, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴേ അറിയാം. നമ്മൾ സാധാരണ when we listen word of God, whenever the topic revolves around backsliding personalities, പിന്മാറ്റക്കാരന്റെ കഥ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ക്യാരക്ടറാണ്, പുതിയ നിയമത്തിലെ ഒരു ക്യാരക്ടറാണ് ദേമാസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ ദേമാസുകൾ ഇതുപോലെ ദേമാസുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഭാഷയാണ് ദേമാസുകൾ. അച്ഛാ സംഭവം മാസാന്നൊക്കെ പറയും, മരണമാസം എന്നൊക്കെ പറയുന്ന ഒരു ടെർമിനോളജി. there is a terminology among youngsters. So many people are moving from green zone to red zone during this COVID period. Physically or geographically these things happen, but at the same time in spiritual realm also many people are moving from green zone to red zone, knowingly or unknowingly. I just want to focus on that topic today. Okay, let me seek your attention to Philemon chapter 1 verse 24. മലയാളത്തിൽ ആ വാക്യം പറയുന്നു, എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ്. ശ്രദ്ധിക്കണമേ, ഞാൻ ഈ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. And so do Mark, Aristarchus, Demas and Luke, my fellow workers, co-workers, fellow laborers എന്നൊക്കെയാണ് ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത്. ശ്രദ്ധിക്കണമേ, പൗലോസിന് ഒരു ശൈലിയുണ്ട്. ഒരു ലേഖനം എഴുതുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ജനസമൂഹം അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള കൂട്ടുകാർ ഇവരുടെ ഒപ്പം നിന്നൊരു സെൽഫി എടുക്കുന്ന ഒരു ശീലമുണ്ട്, അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ, when you come to go to your native places, whether maybe in Kerala or in Tamil Nadu or in Hyderabad, wherever we go, we used to take selfies. We want to keep it in our albums, ഇല്ലേ? നമ്മുടെ വലിയൊരു നമ്മൾ ചെയ്യുന്ന ഒരു നാച്ചുറൽ തിങ് ആണ്. പൗലോസിന്റെ ഒരു ശൈലിയുണ്ട്. ഇഫ് യു റീഡ് എപ്പിസ്റ്റൽസ്, ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും അദ്ദേഹം ഒരു സെൽഫി എടുത്തിടാറുണ്ട്. ഈ സെൽഫി ഒരു നിസാര കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലോ. ഇവിടെ പറയുന്നു എന്റെ കൂടെ കുറച്ച് കൂട്ടുവേലക്കാരൻ. ഞാൻ ഈ വാക്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കുന്നു. രണ്ടാമത്തെ വാക്യം കൊലോസിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം, കൊലോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 14. ഇവിടെ വരുമ്പോൾ പറയുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. He just mentioned the name of Demas here. ആദ്യത്തെ ഞാൻ കൊടുത്ത കളർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. It was in a green zone. Here it is in an orange zone or in yellow zone. Okay, let us look at the third verse, 2 Timothy chapter 4 verse 10. 2 തിമോത്തിയോസ് 4:10. ഇവിടെ പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. For Demas, because he loved this world, has deserted me. Demas fell in love with this present world and has deserted me എന്നാണ് മറ്റൊരു പരിഭാഷയിൽ പറയുന്നത്. See, look at the context of each verses. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസാന വാക്യം എത്തുമ്പോൾ നമുക്കറിയാം, it's a
പെയിൻഫുൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ്. ഹൃദയവേദനയോടുകൂടിയുള്ള ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ അവസാന വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഞാൻ ഇവിടെ സ്ക്രീനില് ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് ആർ വെരി ലെസ്, ബട്ട് ഞാൻ പേരൻസിനും സീനിയേഴ്സിനും വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത, ഐ എം ജസ്റ്റ് മൂവിങ് ലിറ്റിൽ ബിറ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ബട്ട് ഇറ്റ്സ് റിലവന്റ് ഇൻ ദിസ് ജനറേഷൻ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ യങ്സ്റ്റേഴ്സിന്റെയും ചർച്ചിലുള്ള യങ്സ്റ്റേഴ്സിന്റെയും ഒക്കെ സ്റ്റാറ്റസുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ജനറലി വാട്സാപ്പ് ഓർ ഫേസ്ബുക്കിലൊന്നും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ പ്രായമുള്ളവരെല്ലാം കഷ്ടപ്പെട്ട് ഫേസ്ബുക്ക് പഠിച്ചപ്പോഴത്തേക്ക് ഓൾ ദി യങ്സ്റ്റേഴ്സ് ആർ മൈഗ്രേറ്റഡ് ടു ഇൻസ്റ്റാഗ്രാം. അവർ പറഞ്ഞു, അയ്യോ, ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കും പിള്ളേർ, എന്റെ അച്ചാച്ച, എന്റെ അങ്കിള്, അയ്യോ ഞങ്ങളൊന്നും ഇല്ല, കാര്യം എല്ലാ പാസ്റ്റർമാരും എല്ലാ ചായമാരും അവിടെ ഉണ്ട്, ഞങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഇൻസ്റ്റാ പഠിച്ചിട്ട് വരുമ്പോൾ അവർ അപ്പുറത്തെ സ്ഥലത്ത്. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പ്രത്യേകത, അവരുടെ ഇമോഷൻസും അവരുടെ ഡിപ്രഷനും അവരുടെ സ്വപ്നങ്ങളും അവരുടെ റൊമാൻസും അവരുടെ ഫെയിലിയേഴ്സും അവരുടെ സക്സസും അവരുടെ ട്രാവൽ ജേർണിയും ഒക്കെ അവർ സ്റ്റാറ്റസിൽ എങ്ങനെയെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. സാധാരണ അവർ ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ദേ ജനറലി ഹൈഡ് എൽഡേഴ്സ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മക്കളെയൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലത്. കാര്യം നിരവധി ഉദാഹരണങ്ങൾ റീസെന്റ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു യങ് ഫാമിലി, ഒരു ദിവസം എന്റെ വൈഫ് പറഞ്ഞു, ചോദിച്ചാൽ ഇന്ന ആളുടെ സ്റ്റാറ്റസിൽ ഡിപ്രഷനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ്. കാര്യം COVID-19 വന്നു, ജോലിയിലൊക്കെ ITs കമ്പനീസിനൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ സാധാരണ അന്ന് വിളിക്കാനൊന്നും പറ്റിയില്ല, തിരക്കിലായി പോയി. ബട്ട് ഫോർച്ചുനേറ്റ്ലി വിതിൻ ഫ്യൂ ഡേയ്സ് ഷീ കോൾഡ് മൈ വൈഫ്, ചേച്ചി വി വാണ്ട് ടു സീ യു, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം, വി ആർ ഫേസിങ് ഡിപ്രഷൻ. ഈ സമയത്ത് ഒരു ക്രിസ്തു ശിഷ്യൻ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുകയും പക്വതയോടെയും പരിജ്ഞാനത്തോടെയും ഇഷ്യൂസിനെയൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാനും മറന്നു പോകുവാൻ പാടില്ല. ചെക്ക് ദി വാട്സാപ്പ് ഓർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്. ഈ ചെക്ക് ചെയ്യേണ്ടത് ഒരു ഹോബിക്ക് വേണ്ടിയല്ല. ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുകയാ, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ബ്രാക്കറ്റിലിട്ട് പറയുക, സോഷ്യൽ മീഡിയയിലും മിഷണറീസിന്റെ ആവശ്യമുണ്ട് ഇല്ലേ? we have to do a godly responsibility, ദൈവികമാകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുക എന്നുള്ളത് തിരിച്ചറിയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 18 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ള 70% ആൾക്കാരും ഏപ്രിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു they are in Instagram, they are not in Facebook, or they are they are not active in Facebook and all. So we have to connect with the current generation. ഞാൻ എന്റെ ചിന്തയിലേക്ക് മടങ്ങി വരാം. Look at the status of this young gentleman. പൗലോസ് ഇവനെ നോക്കിയപ്പോ, പൗലോസിന്റെ ആത്മതലത്തിൽ പൗലോസ് അവന്റെ സ്റ്റാറ്റസിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കേ. ഫിലെമോന്റെ ലേഖനം എഴുതുന്നത് ഈ 3 ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമാണ്. ഈ 3 ലേഖനങ്ങളിൽ ചരിത്രകാരന്മാർ പറയുന്നു AD 60s he wrote this particular epistle. അന്ന് AD 60 എഴുതിയപ്പോ അവനൊരു ഗ്രീൻ സോണില്ല, അത് കൂട്ടുവേലക്കാരനാ പറഞ്ഞിട്ട്. പൗലോസ് ഈ നമ്മളെ പോലെ സൂചിപ്പിക്കാൻ വേണ്ടിയൊന്നും അയ്യോ അച്ഛാ, അയ്യോ സുഖ അച്ഛാ, അങ്ങനൊന്നും സൂചിപ്പിക്കുന്ന പൗലോസ് അല്ല. ഹി ജനറലി കമ്മ്യൂണിക്കേറ്റ് ദ പോയിന്റ്സ്. ഫിലേമോൻ പറയുന്നു, ഫിലേമോൻ ലേഖനത്തിൽ പറയുന്നു ദേമാസ് കൂട്ടുവേലക്കാരനാണ്. അതായത് പൗലോസ് കൂട്ടുവേലക്കാരൻ എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. കൊലോസ്യ ലേഖനത്തിൽ വന്നപ്പം ഹി ജസ്റ്റ് മെൻഷൻ ഹിസ് നെയിം. കുറെ വർഷങ്ങൾ, 1-2 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് കൊലോസ്യ ലേഖനം എഴുതിയെന്ന് പറയുന്നത്. തിമോത്തിയോസിന്റെ ലേഖനം തന്റെ നിര്യാണ കാലത്ത് എഴുതിയതാണ്. He wrote the epistle of Timothy during the end of his ministry career. തന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു ലേഖനമാണ് തിമോത്തിയോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. So look at the changes. Look at the changes. What about you? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയപ്പം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നതാണ്. സഭയ്ക്ക് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നതാണ്. പാസ്റ്റർ സഭയിലെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എന്നാ സ്നേഹമായിരുന്നു. കൂട്ടുവേലക്കാരന്റെ ഫെല്ലോ ലേബറേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി 100% നിങ്ങൾ ചെയ്ത ആളായിരുന്നതാണ്. ബട്ട് വാട്ട് അബൌട്ട് നൗ? ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ്? എവിടെയാണ് നിങ്ങളുടെ ലൈഫ് നിൽക്കുന്നത്? ഞാൻ ആ വാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗ്രീൻ ഷോണിൽ നിന്ന് കൂട്ടുവേലക്കാരനാകുന്ന ദേമാസ്. He was a diligent man.
ഈ പദം ഒന്ന് ശ്രദ്ധിക്കണമേ. അവനൊരു ചുറുചുറുക്കുള്ള, ഉത്സാഹമുള്ള, പരിശ്രമശാലിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നെ കേൾക്കുന്ന മുതിർന്നവരെ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ, യൗവന കാലഘട്ടത്തിൽ ഉത്സാഹമുള്ളവരായിരുന്നിട്ട് ഇന്ന് ആ ഉത്സാഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രായത്തെ മാനിക്കുന്നു, ചുറിയുറുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ? പരിശ്രമങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ദൈവസ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിന് വളരെ പ്രയോജനപ്പെട്ട താങ്കൾ ഇന്ന് മാറി നിൽക്കുകയാണോ? ഈ ചിന്ത നിങ്ങളോടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേമാസിനെ ഒന്ന് ചോദിച്ചത്, എന്റെ ദേമാസെ, പൗലോസ് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഹിസ് ഓഫീസ് ലൈക്ക് എ കോർപ്പറേറ്റ് ഓഫീസ് ഓഫ് എ സിഇഒ. ഒരു വലിയ തിരക്കുള്ള ഒരു സിഇഒയുടെ ഓഫീസ് പോലെ എപ്പോഴും തിരക്കുള്ള ഒരു ഓഫീസാണ് പൗലോസിന്റെ ഓഫീസ്. ചരിത്രകാരന്മാർ ഇങ്ങനെയാ പറയുന്നത്, 6 പേരോളം എപ്പോഴും തന്റെ എന്താ പറയേണ്ടത് ലേഖനങ്ങൾ, വാക്കുകൾ കുറിക്കാൻ, കത്തുകൾ എഴുതാൻ പോലും തന്റെ കൂടെ തന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, തന്റെ യാത്രയിലുമൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എന്റെ ദേമാസെ, നിനക്ക് എന്ത് പറ്റി? ഈ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റ് നോക്കിക്കേ, ഈ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റ് നോക്കിക്കേ. എന്റെ ദേമാസെ, നീ ആ മർക്കോസിനെ ഒന്ന് നോക്കിക്കൂടെ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം ഗോഡ്ലി ആയ ധാരാളം ഫ്രണ്ട്സിനെ കർത്താവ് എനിക്ക് വർഷങ്ങളായി എന്റെ ലൈഫിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. മർക്കോസ് നോക്കിക്കേ, സുവിശേഷം എഴുതിയ മനുഷ്യൻ. എന്റെ ദേമാസെ, പിന്മാറ്റം എന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്നൊരു കാര്യം നിന്റെ മുൻപിൽ വരുമ്പോ ഈ മർക്കോസിന്റെ കൂടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ പോലെ. ഈ അരിസ്തർക്കോസിനെ ഒന്ന് നോക്കിയാൽ പോരായിരുന്നു. ഈ അരിസ്തർക്കോസ് എന്ന് പറയുന്നത്, നമുക്കൊരു വാക്യം വായിക്കാം. ആ വാക്യം അരിസ്തർക്കോസിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാ. ഒരു സ്ഥലത്ത് വെച്ച് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം എന്നെ ഓർമ്മ, എഫെസോസിൽ വെച്ചാണോ ഒരു വലിയ തർക്കമുണ്ടാകുന്നു, അവരെ പിടിക്കുന്നു, അർത്തിമസ് ദേവി എന്നൊക്കെ പറഞ്ഞവരെ ആർക്കുന്നു, അവരെ വലിച്ചുകൊണ്ട് പോകുന്നു, വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിന്റെ നടുവിലുണ്ടായിരുന്ന മനുഷ്യൻ അരിസ്തർക്കോസ്. പക്ഷെ അവസാന അധ്യായങ്ങൾ വരുമ്പോൾ പൗലോസ് ഷിപ്പിൽ കയറുമ്പോൾ ഈ മനുഷ്യൻ കൂടെയുണ്ട്. അതായത് പ്രശ്നങ്ങൾ അവനെ ദൈവത്തിൽ നകറ്റിക്കളഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, കോവിഡ് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റല്ല, കഷ്ടം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റല്ല, ജീവിതത്തിലെ ശൂന്യതകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റല്ല. ബിക്കോസ് യു ഹാവ് എ ഹൈയർ കോളിംഗ്, നിങ്ങൾക്കൊരു ഉന്നത വിളിയുണ്ട്. ദേമാസെ, നിനക്ക് ആ ലൂക്കോസിനോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു? ലൂക്കോസ് പറയും, എന്റെ പൊന്നച്ച, ഞാനൊരു വൈദ്യനായിരുന്നു, പക്ഷെ അതിന്റെ ആ ഡോക്ടർ എന്ന കോളിങ്ങിന്റെ മുകളിലാ എന്റെ ക്രിസ്ത്യൻ കോളിംഗ് എന്ന് പറയും. എന്നെ കേൾക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വചനവെളിപ്പാടോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം, നേഴ്സ് ആയിരിക്കാം, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിരിക്കാം, പക്ഷെ അതിന്റെ മുകളിൽ നിൽക്കേണ്ട ഒരു കോളിംഗ് ലൂക്കോസിനെ പോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. ലൂക്കോസ് പറയും, സുവിശേഷം ഞാൻ എഴുതി. ലൂക്കോസിനെ കുറിച്ച് സെക്കുലർ വേർഡ് പറയുന്നു, ലോകം കണ്ട ഹെറോഡോട്ടസിനെ പോലെയൊക്കെയുള്ള മികച്ച ഒരു ചരിത്രകാരനായിരുന്നു ലൂക്കോസ്. ദൈവസഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, ദൈവസഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ചുറുചുറുക്കോടെ, ഉത്സാഹത്തോടെ, പരിശ്രമശാലികളായി നിങ്ങൾ യാത്ര തുടരണം. ഈ പൗലോസിന്റെ ഓഫീസ്, അദ്ദേഹത്തിന്റെ ടൈം ടേബിൾ തന്നെ വായിച്ച് നമ്മൾ ഞെട്ടിപ്പോ. 2 കൊരിന്ത്യർ 11:28 പറയുന്നു, എന്റെ പൊന്നച്ചായന്മാരെ, എന്റെ ജീവിതത്തിൽ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന നിരക്കുമുണ്ട്. വാട്ട് അബൌട്ട് യു? പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഞാൻ, എന്റെ വീട്, എന്റെ ജോലി, മാക്സിമം എന്റെ സഭ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവരായി ക്രിസ്തു ശിഷ്യന്മാർ അധപ്പതിച്ചു പോയാൽ അയ്യോ കഷ്ടമെന്ന് വചനപ്രകാരം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഞാനിങ്ങനെ ഇത് പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവെ, സൂമിലൂടെയൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ബട്ട് ലുക്ക് അറ്റ് ദി ലൈഫ് ഓഫ് പോൾ. 2 കൊരിന്ത്യർ അദ്ദേഹം പറയുന്നു, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനായി ഞാൻ സഹിച്ചത് ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അടികൊണ്ടു, പ്രാണഭയം, അടികൊണ്ടു, വെള്ളത്തിൽ കഴിച്ചു, യാത്ര ചെയ്തു. കർത്താവിന് വേണ്ടി യാത്ര ചെയ്യാൻ മടിയാണോ? കപ്പൽ ഛേദത്തിൽ നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, പട്ടണത്തിലെ അധ്വാനം, പ്രയാസം, ഉറക്കിളപ്പ്. നമ്മുടെ ഉറക്കം എങ്ങാനും ഒരു 1/2 മണിക്കൂർ തെറ്റിയാൽ അറിയാം നമ്മൾ ആരാന്നില്ലേ.
Look at the timetable of a godly disciple. ഇതിന്റെ നടുവിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, കോവിഡ് കഴിയുമ്പോൾ നിങ്ങൾ പഴയതിന്റെ ഇരട്ടി റിസോഴ്സ്ഫുള്ളായി നിങ്ങളുടെ ആത്മ മനുഷ്യൻ എഴുന്നേൽക്കണം. ഇരട്ടി ബലത്തോടെ നിങ്ങൾ എഴുന്നേൽക്കണം. യു ഹാവ് ടു ബി ഈ ഇരട്ടി പങ്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ഇമോഷണൽ വൈബ്രേഷൻ അല്ല വേണ്ടത്. അത് ഈ പൗലോസിന്റെ ഒക്കെ ലൈഫിലുള്ളതുപോലെ ജീവിതത്തിൽ 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 ഇരട്ടി പങ്കോടെ മുന്നേറുവാൻ നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് വലിച്ചെറിയണം. ഞാനൊരു ഇരട്ടി പങ്കെന്നൊക്കെ പറയുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു മിഷണറിയുടെ ലൈഫിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ലെറ്റ് മീ സീക്ക് യുവർ അറ്റൻഷൻ ടു ദി ലൈഫ് ഓഫ് ബെഞ്ചമിൻ ബെയ്ലി. നമുക്കറിയാം, സത്യത്തിൽ മലയാള ഭാഷയുടെ പിതാവാണ്. ഹീസ് ദ ഫാദർ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് മലയാളം എന്ന് ചില ചരിത്രകാരന്മാർ പറയാറുണ്ട്. കാര്യം വട്ടെഴുത്തും കോലെഴുത്തും ഉണ്ടായിരുന്ന മലയാളത്തെ മാറ്റിയ മനുഷ്യനാണ്. I read his, actually ഒരു മിഷൻ ഓർഗനൈസേഷൻ എന്നോട് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതാൻ അപ്രോച്ച് എന്നോട് പറഞ്ഞപ്പം I could not start that work, but one day I try to do that. ഞാൻ ഒരു ഭാഗം ആ പുസ്തകത്തിലെ വായിച്ചപ്പം I was really wondered. എനിക്ക് സത്യത്തിൽ നാണക്കേട് തോന്നി. 34 വർഷം ഈ മനുഷ്യൻ ഇന്ത്യയിൽ കേരളത്തിൽ വർക്ക് ചെയ്തു. എവിടെയാണ്? കേരളത്തിൽ ഈ മനുഷ്യൻ ഈ സായിപ്പ് വർക്ക് ചെയ്തു. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്താൻ he took 3 months. കാര്യം അന്നൊന്നും യാത്രയില്ല. ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. അവരുടെ സെമിട്രി ഇപ്പോഴും കോട്ടയത്തുണ്ട്. നിങ്ങൾ CMS ക്യാമ്പസിൽ പോയാൽ യു ക്യാൻ സീ ദാറ്റ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ സെമിട്രി ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് മിഷണറീസ് ആർ അലൗഡ് ടു ടേക്ക് വെക്കേഷൻസ്. അവധി എടുക്കാനൊക്കെ അവർക്ക് അവസരമുണ്ട്. അതായത് സാധാരണ അസുഖം വരുമ്പോൾ റിലാക്സേഷന് വേണ്ടി ഒക്കെ അവർക്ക് വെക്കേഷന് പോകാം. Those vacations are termed as furlough എന്നാ പറയുന്നത്. ഫർലോയിൽ എടുക്കാം. നിങ്ങൾക്കറിയാമോ, ഈ 34 വർഷത്തിൽ ഈ മിഷണറി ഒരു പ്രാവശ്യം ഫർലോയിൽ പോയി. എന്നെ കേൾക്കുന്ന മാറാനാഥ ചർച്ചിലെ എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇതൊക്കെയാ കാണണ്ടേ. 34 വർഷം ഒരു ഫർലോ. ഇവിടെ നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ. ദൈവരാജ്യം സംബന്ധിച്ച് നിരവധി ദൗത്യങ്ങൾ ചെയ്യുവാൻ എന്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട്. കർത്താവിന്റെ വേല സംബന്ധിച്ച് ചെയ്യാൻ ജോലിയില്ലെന്ന് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഐ വിൽ കണക്ട് വിത്ത് യു ദ റൈറ്റ് പീപ്പിൾ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇദ്ദേഹം ഒരിക്കൽ മാത്രമേ ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ളൂ. ചരിത്രം പറയുന്നത് ഇങ്ങനെ, അവിടെ പോയപ്പോഴും പുള്ളി ഗോസ്പലിന്റെ ഗോസ്പലിന്റെ മലയാളം കോപ്പി അച്ചടിച്ചോട്ടു. ലുക്ക് അറ്റ് ദി കമ്മിറ്റ്മെന്റ്. ഇങ്ങനെയുള്ള ഞാൻ ഈ ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള ഓഫീസുകൾ, ഇതുപോലെയുള്ള ഒരു ഓഫീസായിരുന്നു പൗലോസിന്റെ ഓഫീസ്. ആ ഓഫീസിലെ കൂട്ടുവേലക്കാരനായിരുന്നു ദേമാസ്. എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യം സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു കൂട്ടുവേലക്കാരനാവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഴം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഓടിക്കോണം. ദൈവരാജ്യം സംബന്ധിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ലുക്ക് അറ്റ് ഹിസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ. അവസരങ്ങളുടെ പെരുമഴ. ദേമാസ് നിനക്കൊരു പിന്മാറ്റം തോന്നിയെങ്കിൽ ഈ മാർക്കോസ് ബ്രോയോടൊന്ന് ചോദിച്ചാൽ പോരായിരുന്നു. The Mark bro will tell you how to come back എന്ന് അവൻ പറഞ്ഞു തന്നേനെ. സോ മാർക്കോസ് പറയാം, എന്റെ പൊന്നച്ചായമാരെ, ഞാനും ഒന്ന് ഇറങ്ങിയതാ, പക്ഷെ ഇടയ്ക്ക് യാത്രക്കിടെ ഞാനൊന്ന് തിരിച്ചുപോയി, പക്ഷെ ഞാൻ ഇരട്ടി ശക്തിയോടെ മടങ്ങി വന്നു. See, we are aware about the comeback happened in the life of the gospel writer Mark. മടങ്ങി വന്ന അവനെ ഒരു സുവിശേഷകനായി തമ്പുരാൻ മാറ്റി. ദേമാസേ, നീ അവനെ നോക്കിക്കൂടായിരുന്നു? അരിസ്തർഹോസിനെ പറ്റിയുള്ള വാക്യം ഇതാണ് റെഫറൻസ്. ആക്ട്സ് ചാപ്റ്റർ 19 verse 29 and Acts chapter 27 and 1 and 2. Look at the second verse, Colossians chapter 4 verse 40. വൈദ്യനായ പ്രിയ ലൂക്കോസ്, ഡോക്ടർ ലൂക്ക് and Demas greet you എന്നാണ് ഇവിടെ പറയുന്നത്. See, the diligent man here become a doubtful man. ഇവിടെ വന്നപ്പോ ഒരു എന്തൊക്കെയോ ഒരു വശപ്പിശക്. നിങ്ങൾ ആ ടെർമിനോളജീസ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിത് പറയാൻ കാര്യം, നമുക്ക് ചില സ്റ്റാറ്റസ് കാണുമ്പോൾ അറിയാം, ഇല്ലേ? ചില സ്റ്റാറ്റസ് കാണുമ്പോൾ അറിയാം. ഈ അനാട്ടമി പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ പറയാറുണ്ട്, ഒരു ബോണൊക്കെ കിട്ടി, ഒരു ബോഡിയിലെ ഒരു ബോൺ കിട്ടിയാൽ അതിന്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു അസംഷൻ നടത്താൻ പറ്റും. ഇവിടെ വന്നപ്പം there is a change
happening, slowly started in the life of Demas. He became a doubtful man. He became a doubtful man. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഓറഞ്ച് സോൺ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. It's a real story happened in the life of a violinist. ലോകത്തിലെ പ്രശസ്തനായ, അദ്ദേഹത്തിന്റെ പേരെന്നെ മനസ്സിൽ പോയി, ഒരു പ്രശസ്തനായ വയലിനിസ്റ്റിന്റെ അടുക്കെ ഒരു ഇന്റർവ്യൂവിൽ കുറെ ജേർണലിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, അല്ലയോ മഹാനായ വയലിനിസ്റ്റ്, താങ്കൾ വളരെ മനോഹരമായി വയലിനൊക്കെ വായിക്കുന്നുണ്ട്, എങ്ങനെയാണ് താങ്കൾക്ക് ഇത് സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാ. ലിസൺ ടു മീ, ഓക്കെ, യു ഹാവ് ടു ലിസൺ ദിസ് റെസ്പോൺസ്. ഹി ഗേവ് 3 answers. He replied to them with three points. 3 answers അദ്ദേഹം പറഞ്ഞത്. The number 1 response was like this. ഒന്നാമത്തെ മറുപടി, ജേർണലിസ്റ്റ്, നിങ്ങളുടെ ചോദ്യം നല്ലതാ, ഞാൻ തിരിച്ചറിയുന്നു. 1 മാസം ഞാൻ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ എന്റെ ഓഡിയൻസ് പറയും, ഇദ്ദേഹം പണ്ടത്തെ പോലൊന്നും പെർഫോം ചെയ്യുന്നില്ല. ഇല്ലേ? ഒരു മ്യൂസീഷ്യൻ അറിയാം, they have to practice very well on daily basis. 1 മാസമൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് ഓടാം. ഈ സഭയിലും ഇങ്ങനെയൊക്കെയാ. ഈ പിന്മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും അല്ല സംഭവിക്കുന്നത്. 1-2 മാസമോ വർഷങ്ങളൊക്കെ ഒന്ന് ന്യൂട്രലൊക്കെ ഓടാൻ പറ്റും. ഒറ്റ മനുഷ്യൻ അറിയത്തില്ല. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാർ പല കാര്യങ്ങൾ വെച്ച് ഐഡന്റിഫൈ തുടങ്ങും. ഓക്കെ, ദിസ് ബ്രദർ is facing some issues. He is not like the old godly bro. His life has been changed എന്ന് ആൾക്കാർ പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ മറുപടി ഇങ്ങനെയാണ്, 1 ആഴ്ച ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്റെ ഭാര്യ പറയും, അച്ഛൻ ഇപ്പൊ പണ്ടത്തെ പോലെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ എന്റെ ഭാര്യ എന്നെ പറയും, അച്ഛാ ഇപ്പൊ ഞാൻ തിരക്കൊക്കെ വരുമ്പോഴും ഭാര്യ, അച്ഛാ പ്രസംഗം മാത്രമേ ഉള്ളൂ, ബൈബിൾ വായനയൊക്കെ കുറഞ്ഞോ? നമ്മുടെ ഭാര്യമാർക്ക് അറിയാം, ഇല്ലേ? They can easily connect, husband and wife, they can easily connect each other. So അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ 1 ആഴ്ച പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയും, യു ആർ നോട്ട് പ്രാക്ടീസിങ്. ഹിസ് തേർഡ് റെസ്പോൺസ് വാസ് ലൈക്ക് ദിസ്. മൂന്നാമത്തെ ആൻസർ ഇങ്ങനെയാ, ഞാൻ 1 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്റെ മനസാക്ഷി പറയും, നീ പ്രാക്ടീസ് ചെയ്തിട്ട്. പിന്മാറ്റം ഇതുപോലെയാ. ഹൃദയം പറയും, 1 സെക്കൻഡ് മാറിയാ പറയും, ഹേ ബ്രോ, കം ബാക്ക്, യു ഹാവ് ടു കം ബാക്ക്, യു ഹാവ് ടു ബൗൺസ് ബാക്ക്. ഐ ഹോപ്പ് യു അഗ്രി വിത്ത് മീ. പക്ഷെ 1 ആഴ്ച ആയിക്കാലം ചിലപ്പോൾ വീട്ടുകാരൊക്കെ അറിയത്തുള്ളൂ, ഇല്ലേ? മക്കൾക്ക് മാറ്റമുണ്ടായ, ഹസ്ബൻഡിനോ വൈഫിനോ മാറ്റമുണ്ടായ, അപ്പനോ അമ്മയ്ക്കോ മാറ്റമുണ്ടായ, ചിലപ്പോൾ ഇറ്റ് വിൽ ടേക്ക് 1 വീക്ക് ഉണ്ടോ. പക്ഷെ പുറലോകം അറിയണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. സി, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ സ്പിരിച്വൽ ലൈഫ് ഓൾസോ. തിരിച്ചറിയുക, മടങ്ങി വരിക. 1 മാസത്തേക്ക് നീട്ടരുത്, 1 ആഴ്ചത്തേക്ക് നീട്ടരുത്, 1 ദിവസത്തേക്ക് പോലും നീട്ടരുത്. എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ കം ബാക്ക് ഫാസ്റ്റ്. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഗ്രീൻ സോണിൽ നിന്ന് അറിയാതെയെങ്കിലും ഒന്ന് കാലെടുത്ത് യെല്ലോ സോണിലോ ഓറഞ്ച് സോണിലോ നിൽക്കുന്നെങ്കിൽ ഈ വചന വെളിപ്പാടിൽ ഞാൻ പറയുന്നു, കം ബാക്ക്, മടങ്ങി വരിക, മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം ചെയ്യും. സി, 3-ാമത്തെ വാക്യം 2 തിമോത്തിയോസ് 4:10. ഇറ്റ്സ് എ റെഡ് സോൺ, ഇറ്റ്സ് എ ഡേഞ്ചർ സോൺ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് he became a disillusioned man. He was a diligent man, ഭയങ്കര ചുരിയുറുക്കുള്ള മനുഷ്യൻ. Then he became a doubtful man. Now he became a disillusioned man. മോഹഭംഗം സംഭവിച്ചു. ക്രിസ്ത്യൻ ലൈഫിൽ തിരിച്ചറിയണം, മോഹഭംഗം സംഭവിക്കുവാൻ പാടില്ല. ഞാൻ അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാ, വേഗത്തിൽ വാ എന്റെ പൊന്നു ശിഷ്യന്മാരെ, നിങ്ങൾ വേഗത്തിൽ വാ. എന്റെ കൂട്ടുവേലക്കാരെ, നിങ്ങൾ വേഗത്തിൽ വാ. അവൻ പോയി, ഞാൻ പ്രതീക്ഷ വെച്ചവൻ പോയി, ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി. ഒരു ശുശ്രൂഷ ഉണ്ടായിട്ട് പോയെന്നല്ല, ഒരു ആത്മീയ ദൗത്യം ചെയ്യാൻ പോയി എന്നല്ല അവർ പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ പോയി. എത്രയോ വേദന, ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ പോയി. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, യൂദാസായി അവൻ മാറി. യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്തതുപോലെ ആത്മീകം സംബന്ധിച്ച് എന്തിന്റെയോ പുറകെ മോഹഭംഗം സംഭവിച്ചവനായി പോയി. The man who forsook his friend. മാറാനാഥ സഭയിലെ അംഗങ്ങളെ, നിങ്ങളെ ആവശ്യമുള്ള ഈ സമയത്ത്
നിങ്ങളുടെ സുഹൃത്തുക്കളെ, ദൈവസഭയെ, ദൈവരാജ്യത്തെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ സഞ്ചരിക്കരുതേ. He became the lover of this present world. ഈ സമകാലിക ലോകത്തെ സ്നേഹിച്ചിട്ട് ദേമാസ് പൗലോസിനെ ദൈവരാജ്യത്തെ വിട്ടിട്ട് പോയി. ഞാൻ നിങ്ങളെ 1-2 പദങ്ങൾ കാണിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഒരു ഓൺലൈൻ ഡിക്ഷണറി നോക്കി ഡേമാസിനെ പറ്റിയുള്ള കുറച്ച് ക്യാരക്ടർ സ്റ്റഡി. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: ഡേമാസ് ദ ഡിഫക്റ്റർ. മലയാളത്തിൽ ഞാൻ ഓൺലൈൻ ഡിക്ഷണറി നോക്കിയപ്പോൾ പറഞ്ഞത് കൂറുമാറുന്നയാളെന്ന്. നമുക്കിപ്പോൾ അറിയാം, കൂറുമാറ്റം ഭയങ്കരമായി നടക്കുകയാണ്. ജയിച്ചത് ഒരാളുടെ പേരിൽ, പക്ഷെ എന്തൊക്കെയോ കിട്ടുമെന്നറിഞ്ഞപ്പോൾ മറ്റൊരു പക്ഷത്തേക്ക് എടുത്തു ചാടുന്നു. എന്നെ കേൾക്കുന്നവരെ, കൂറുമാറി പോകല്ലേ. ഈ ദൈവരാജ്യത്തെ ഉപേക്ഷിച്ച് പോകരുതേ, ദൈവസ്നേഹത്തെ ഉപേക്ഷിച്ച് പോകരുതേ, മോഹഭംഗം നിമിത്തം അല്ലെങ്കിൽ എന്തിനെയൊക്കെയോ മോഹിച്ചിട്ട് പോകരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതര വിചാരം അവന്റെ മനസ്സിൽ കടന്നു, മറ്റൊന്നിലേക്ക് മനസ്സിനെ അവൻ ആകർഷിച്ചു. ദേമാസേ, നിനക്കെന്തു പറ്റി? എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ ചെറുപ്പത്തിലെ യേശുവിനെ അറിയാൻ പറ്റി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തുവാ ഷാർലറ്റെ? യേശുവിനെ അറിയുന്ന പപ്പയും മമ്മിയും കിട്ടി. യേശുവിനെ കുറിച്ച് പറയുന്ന സഭയെ എനിക്ക് കിട്ടി. യേശുവിന്റെ സ്നേഹത്തെ പറ്റി എപ്പോഴും പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ എനിക്ക് കിട്ടി. കൂട്ടുസഭയെ എനിക്ക് കിട്ടി. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ, പോകരുതേ, പോകരുതേ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ലോത്ത്, കയീൻ, അബ്ശാലോ, ഓർപ്പ, യൂദ, കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ 10 പേർ, ഇസ്രായേലിലും യഹൂദിയിലെയും രാജാക്കന്മാർ, ഇവർക്കൊക്കെ ഇതുപോലൊരു ചരിത്രമാണ് പറയാനുള്ളത്. എന്റെ ലോത്തെ, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ടും നീ ലോസ്റ്റ് ആയല്ലോ. എന്റെ കെയ്ൻ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സത്യത്തിൽ ആദ്യത്തെ വിശ്വാസി പയ്യനാ കയ്യിൽ, അല്ലേ? എന്റെ പൊന്നു കയ്യനെ, നിന്നെ വാൺ ചെയ്തതല്ലേ, പാപം നിന്റെ വാതിക്ക് കിടക്കുന്നുവെന്ന് പറഞ്ഞതല്ലേ, നിനക്ക് എന്ത് പറ്റി? അബ്ശാലോമേ, അയ്യോ, നീ അപ്പനെതിരെ മത്സരിച്ചല്ലോ. ഓർപ്പ, നിനക്ക് ബേത്ലഹേമിന്റെ അനുഭവങ്ങളൊക്കെ മനസ്സിലായതല്ലേ, എന്തു പറ്റി? പറ്റി നിൽക്കാൻ പറ്റിയില്ലേ? യൂദ, 3.5 വർഷം നീ കൂടെ നടന്നിട്ട് പറ്റിയല്ലോ. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ 10 പേരെ നിങ്ങൾക്ക് ആ കാലേബിനോടും യോശുവയോടും ഒന്ന് ചോദിച്ചുകൂടായിരുന്നു? ഇസ്രായേലിലെ രാജാക്കന്മാരെ, you were really privileged in that generation. ദാവീദിനെ പോലെയൊക്കെയുള്ള രാജാക്കന്മാർ നിങ്ങളുടെ മുൻപിൽ ഇല്ലായിരുന്നുവോ? പക്ഷെ മിക്കവരും ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, അവസരം നഷ്ടപ്പെടുത്തി കളയല്ലേ, അവസരം നഷ്ടപ്പെടുത്തി കളയല്ലേ. എന്തുവായിരിക്കും ഈ ദേമാസിന് സംഭവിച്ചത്? കംഫോർട്ട് സോൺ ആയിരുന്നു, ഒരു സുരക്ഷിത മേഖല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ദശാംശം കൊടുത്ത് മാത്രം അവസാനിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ഞായറാഴ്ച മാത്രം ഒരു അറ്റൻഡൻസ് കൊടുത്ത് അവസാനിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന മാത്രം കൊടുത്ത് അവസാനിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. You have to contribute your creativity and talent for godly purpose. See, പൗലോസിന് വേണമെങ്കിൽ പാഷനേറ്റ് ആയിട്ട് അങ്ങ് നടന്നങ്ങ് അവസാനിച്ചാൽ മതിയായിരുന്നു. ലേഖനമൊന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ക്രീനിൽ കുറെ മുതിർന്ന ആൾക്കാരെ കാണുന്നു. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയാം. പൗലോസിന്റെ മിക്ക ലേഖനങ്ങളും എഴുതുമ്പോൾ പൗലോസ് പെൻഷൻ പ്രായത്തിലെത്തിയിരുന്നു. യോഹന്നാൻ വെളിപ്പാട് കാണുമ്പം സീനിയർ സിറ്റിസൺ ആയിരുന്നു. യൂദ ലേഖനം എഴുതിയപ്പോൾ 70 വയസ്സിലെത്തിയിരുന്നു. ദാനിയേൽ തന്റെ വെളിപ്പാട് കണ്ടപ്പോൾ അവസാന അധ്യായങ്ങളിലെത്തിയപ്പോൾ 90കളിലെത്തിയെന്ന ചരിത്രം പറയുന്നത്. എന്റെ പിതാക്കന്മാരെ, എന്റെ മുതിർന്നവരെ, നിങ്ങളുടെ അനുഭവ സമ്പത്ത് വരും തലമുറയ്ക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ചിലത് ചെയ്യണം, കുറിച്ചു വെക്കണം, കൈമാറ്റം ചെയ്യണം, കൈമാറ്റം ചെയ്യണം, കൈമാറ്റം ചെയ്യണം, കൈമാറ്റം ചെയ്യണം. അത് 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 വളരെ നിർണായകമായ കാര്യമാണ്. ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ ജോൺസൺ ആൻഡ് ജോൺസണിലോ ആപ്പിളിലോ ഗൂഗിളിലോ ആമസോണിലോ ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മക്കൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആസ്റ്റർ മെഡ് സിറ്റിയിലോ NMCയിലോ, ഞാനങ്ങ് കുറെ ഓർഗനൈസേഷന്റെ പേരങ്ങ് പറയാം കേട്ടോ. ദുബായിലെ ഷെയ്ഖിന്റെ അടുക്കലോ അമേരിക്കയിലെ സായിപ്പിന്റെ അടുക്കലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ദൈവം നിങ്ങളെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്
ഒരു ഇന്ത്യൻ റുപ്പിയോ US ഡോളറോ ദുബായ് കറൻസിയോ മാത്രം ഏൺ ചെയ്യാൻ വേണ്ടിയല്ല, അവിടുന്ന് കിട്ടുന്ന സ്കില്ല് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അങ്കിളിനോട് സംസാരിച്ചപ്പോൾ ഒരു അങ്കിൾ പറഞ്ഞു, ഒരു വലിയ ടോപ്പിക്, അദ്ദേഹം പറഞ്ഞു ഒരു വേർഡ് എന്നെ ഭയങ്കര ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ബ്രദറെ, കാശ് കൊടുത്തോളാം ബ്രദറെ. കാശ് ഈസ് ദ മോസ്റ്റ് ലീസ്റ്റ് തിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ഏറ്റവും ലീസ്റ്റ് തിങ്. ഞാനിങ്ങനെ പറയും, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചൊരു പയ്യനായിരുന്നു നെഹമ്യ. പക്ഷേ യെരുശലേമിന്റെ അവസ്ഥയെക്കുറിച്ച് വേദനയുണ്ടായിരുന്നു. ആലയത്തിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോ കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഒരു തയ്യാറെടുപ്പ് നടത്തി പുറപ്പെട്ടു. ദാനിയേലിനെ നോക്കിക്കേ, ബാബിലോണിൽ കൊണ്ടുപോയി ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് നേഷനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത പോലെ അവരെ ട്രെയിൻ ചെയ്തപ്പോഴും പ്രാർത്ഥന കുറഞ്ഞില്ല, ദൈവരാജ്യം സംബന്ധിച്ചിട്ടുള്ള ദൗത്യം കുറഞ്ഞില്ല. തിരിച്ചറിയണം, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഞാൻ ക്രിസ്തുവിൽ ചലഞ്ച് ചെയ്യുക. ഞാൻ എന്റെ ഹൃദയമാണ് നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫാമിലി പ്രഷർ ആണോ ദേമാസെ നിന്നെ പുറകോട്ട് വലിച്ച്? ഞാൻ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു 10-12 വർഷമായി ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 16 വർഷമായി ചെറുപ്പക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളാ, 9 വർഷമായി വളരെ ഡെപ്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പല ചെറുപ്പക്കാരും പറയാറുണ്ട്, അച്ഛാ ദൈവരാജ്യം സംബന്ധിച്ച് എനിക്ക് പ്രയോജനപ്പെടണമെന്നുണ്ട്, പക്ഷേ ഫാമിലി ഈസ് നോട്ട് അലവിങ്. ഒരു മോൻ ബിടെക് കഴിഞ്ഞപ്പോ ദൈവം അവനോട് പറഞ്ഞു, സംസാരിച്ചു, ഭയങ്കര ക്രിയേറ്റീവാ, ദൈവരാജ്യം സംബന്ധിച്ച് പുറപ്പെടാൻ തീരുമാനിച്ചു. മമ്മി വീട്ടിൽ കരച്ചിലായി. മമ്മി പറഞ്ഞ ഡയലോഗാണ് ഏറ്റവും പ്രശ്നം അവനെ വേദനിപ്പിച്ചത്. നിന്നെ പഠിപ്പിക്കാൻ 4 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്, മേശപ്പുറത്ത് വെച്ചിട്ട് നീ പോയാ. അങ്ങനെ പറയുന്ന പപ്പയും മമ്മിയുമായി നിങ്ങൾ മാറല്ലേ. ഈയിടയ്ക്ക് മേ ബി ഒരു 3 years ബിഫോർ ഞങ്ങൾ മെന്റർ ചെയ്തൊരു മോള് പറഞ്ഞതാണ്. ആ മോള് പറഞ്ഞത് ഇങ്ങനെയാണ്, വളരെ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. ഷി വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ. ദൈവമോളോട് ഒരു മിഷൻ ഓർഗനൈസേഷനിലേക്ക് മൂവ് ചെയ്യാൻ ദൈവമോളെ ഗൈഡ് ചെയ്തു. അവളുടെ പപ്പയും മമ്മിയും ഷീ വെയിറ്റഡ് ഫോർ 1 year, കൺവീൻസ് ദം. പപ്പയും മമ്മിയും ഭയങ്കര സപ്പോർട്ടാ, പക്ഷെ ചർച്ച സമ്മതിക്കത്തില്ല. പെമ്പിള്ള ഒരു സുവിശേഷ വിലയ്ക്ക് പോകും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, ആരെയും തടയുന്നവരായി മാറുന്ന അപ്പനോ അമ്മയായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല. ഞാൻ എന്നോടും കൂടെ ഇത് പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെഞ്ചമിൻ ബെയ്ലിക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു, ഐഡാസ് കടറിന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. ഞാനും നിങ്ങളും അങ്ങനെ മാറി നിൽക്കുന്നവരായി മാറല്ലേ. ഫോൾസ് ടീച്ചിങ് ആണോ, ദുരുപദേശമാണോ ദേമാസെ നിന്നെ പുറകോട്ട് വലിച്ചത്? സാൻമാർഗിക വിഷയമാണോ, മോറൽ ഇഷ്യൂസ് ആണോ നിന്നെ ലോകത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചത്? ഇനി ഞാൻ ഒരു പുത്തൻ തലമുറയുടെ 2 പ്രശ്നങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പോപ്പുലാരിറ്റി ആണോ നിന്നെ കീഴടക്കിയത്? ചില കമന്റേറ്റേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസ് ജയിലിലൊക്കെ ആയിരുന്നപ്പോൾ, പൗലോസ് മിഷൻ യാത്രകൾ നടത്തിയപ്പോൾ തനിക്ക് പകരക്കാരനായി പലപ്പോഴും അയച്ചിരുന്നത് ഈ ദേമാസിനെ ആയിരുന്നു. കൈസരുടെ അരമനയിലൊക്കെ പോകാൻ അവസരം ലഭിച്ചപ്പോൾ, ഒരു VIP ആക്സസ് ഒക്കെ ലഭിച്ചപ്പോൾ, എന്തൊക്കെയോ നേടാനുള്ള ചിന്ത തന്റെ മുൻപിൽ വന്നപ്പോൾ, ദൈവരാജ്യം കഷ്ടപ്പെടുന്ന പണിയാണെന്നൊരു തോന്നൽ വന്നിയപ്പോൾ, പോപ്പുലാരിറ്റി അവനെ കീഴടക്കിയതാണോ? പൗലോസ് രേഖപ്പെടുത്തിയിട്ടില്ല. പോപ്പുലർ എന്നൊരു അർത്ഥം പോലും അവന്റെ പേരിനുണ്ടെന്നാണ് ചില പഠിതാക്കൾ പറയുന്നത്. പോപ്പുലാരിറ്റി നിങ്ങളെ കീഴടക്കല്ലേ. ഞാനിങ്ങനെ ചെറുപ്പക്കാരോട് പറയാറുണ്ട്, ഈ ലോകത്തിലെ സകല ലൈക്കും കമന്റുകളും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ലൈക്ക് കുഴപ്പമില്ല, കമന്റ് കുഴപ്പമില്ല, വൈറലാവുകയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ നീ അതിന്റെ പുറകെ പോകരുത്. ദൈവം കൊണ്ടുവരുന്നതാണെങ്കിൽ വന്നോട്ടെ, അതിന്റെ പുറകെ പോയി ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗോഡ്ലി സ്റ്റാൻഡേർഡ് നിനക്ക് നിർത്താൻ പറ്റിയില്ലേ ദേമാസ്? ഈ ഗോഡ്ലി സ്റ്റാൻഡേർഡ് എന്തുവാ? പൗലോസിന്റെ മുഖത്ത് നോക്കാൻ ചിലപ്പം കരുത്ത് നഷ്ടപ്പെട്ടു കാണും. നമുക്കറിയാം, നമ്മൾ റെഡ് സോണിലാണെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് അടയാളം എന്ന് പറയുന്നത് ദൈവദാസന്മാരുടെ മുഖത്ത് നോക്കാൻ, ദൈവഭക്തരുടെ, ഞാൻ എങ്ങനെ പറയാ, ഭക്തരാകുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പേടിയായി. ഗോഡ്ലി സ്റ്റാൻഡേർഡ് നഷ്ടപ്പെട്ടു പോയോ ദേമാസേ? ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുക,
നിനക്ക് മർക്കോസിനോടൊന്ന് ചോദിക്കത്തില്ലായിരുന്നു? നിനക്ക് അരിസ്തർക്കോസിനോടൊന്ന് ചോദിക്കത്തില്ലായിരുന്നോ? പൗലോസിനോടൊന്ന് പറയത്തില്ലായിരുന്നു, അച്ഛാ എനിക്കൊന്ന് സംസാരിക്കണം, ഞാനൊരു പ്രശ്നത്തിലാന്ന് പറയത്തില്ലായിരുന്നോ? നീ പോയത് റോങ് കൗൺസിലിംഗിന്റെ അടുത്താണോ? പലപ്പോഴും പൊസിഷൻസ് നോക്കി അങ്ങനെയുള്ള ബന്ധങ്ങൾ നേടാൻ പോകുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, സൗഹൃദങ്ങൾ പൊസിഷൻസിന്റെ പേരിലാവരുതേ, സൗഹൃദങ്ങൾ ദൈവീകതയുടെ പേരിലായിരിക്കണം. ഗോഡ്ലി ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടെത്തണം. അത് നിങ്ങളുടെ ലൈഫിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും ദൈവരാജ്യം സംബന്ധിച്ച്. ഞാൻ എന്റെ അവസാനത്തെ 10 മിനിറ്റുകളിലേക്ക് എത്തിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്തു. He loved the pleasures of the world more than holiness. വിശുദ്ധിയേക്കാൾ ഈ ലോകത്തിന്റെ പ്ലഷേഴ്സിന്റെ പുറകെ പോയി. He loved the pursuit of the world more than harvest. അയ്യോ, ഒരു കൊയ്ത്ത് നിന്റെ മുൻപിലായിരുന്നോ? ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക എന്റെ ഭാവനയിൽ. ഒരു പക്ഷേ ദേമാസ് എഴുതിയ ഒരു സുവിശേഷം പോലും ഉണ്ടാവാൻ സാധ്യതകളുണ്ടായിരുന്നു, ഇല്ലേ? നമ്മൾ സാധാരണ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം, ഇല്ലേ? ലൂക്കോസിന്റെയും മർക്കോസിന്റെയും ഒക്കെ സൗരഭ്യം ഏറ്റുകിടന്ന നിനക്ക് ദേമാസെ ഒരു സുവിശേഷം പോലും എഴുതാൻ, ഒരു ലേഖനം പോലും എഴുതാൻ ചിലപ്പോൾ ഒരു പക്ഷെ സാധ്യതകളില്ലായിരുന്നു. നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ പൊന്നു സുഹൃത്തെ? എന്നെ കേൾക്കുന്ന മാറാനാഥ ചർച്ചിലെ പ്രായഭേദമന്യേ, let me remind you, let me warn you, let me request you. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാ, ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാ. കൊയ്ത്തിനെ മറന്ന് ഇതിന്റെ പുറകെ പോകുവാൻ പാടില്ല. He loved the pleasantries of the world more than hardship. He loved the present world more than hope of heaven. സ്വർഗീയ പ്രത്യാശയേക്കാൾ. കുറെ നാൾ മുൻപ് ഞാൻ ചെയ്തൊരു മെസ്സേജ് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണ്. നമ്മളോടൊരു ചോദ്യം ചോദിക്കാം. എനിക്കൊന്ന് ഞാൻ എന്റെ ഫസ്റ്റ് ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. സ്വർഗം വേണോ നരകം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും സ്വർഗം വേണമെന്ന് പറയും, ഇല്ലേ? സത്യം. നമുക്ക് ആർക്കും നരകം വേണ്ട. നമ്മൾ വിശ്വാസികളെല്ലാം പറയും. സ്വർഗം വേണോ, ഈ ഭൂമിയിൽ ഒരു ലക്ഷറി ലൈഫ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട്. സത്യമല്ലേ? സ്വർഗം 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 എന്നൊരു ലക്ഷ്യം എന്നെയും നിങ്ങളെയും കീഴടക്കണം. Demas had abandoned Paul in a time of need. ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളെ ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തെ വിസ്മരിച്ച് നിങ്ങൾ പോകരുതേ. Demas' eternal spiritual condition is left unknown. നമ്മൾ വിധിക്കാൻ ആരുമല്ല, പക്ഷേ ലെഫ്റ്റ് അൺനോൺ, അജ്ഞാതമായി നഷ്ടപ്പെട്ടു പോയി. ലോകത്തെ സ്നേഹിച്ചവൻ നഷ്ടപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം, ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 66. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടൊന്ന് എടുക്കാൻ ഒരു നിമിഷം ആഗ്രഹിക്കുകയാണ്. അവിടെ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് യേശുവ. ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 66. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. From this time many of his disciples turned back and no longer followed him. പിന്നെ അവനെ പിൻപറ്റിയതേയില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? You do not want to leave too, do you? Jesus asked him. കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്നൊരു വാക്യം. കർത്താവേ, നീ ഇങ്ങനെ ചോദിക്കൂ? ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു വശത്തെ കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കുമ്പോൾ തന്നെ ഒരു പേടിയും കൂടി എനിക്ക് വരുന്നുണ്ട്. കർത്താവേ, നീ എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. എനിക്ക് എപ്പോഴും നിന്റെ കൂടെ സഞ്ചരിക്കണം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. സൈമൺ പീറ്റർ ആൻസേർഡ് ഹിം, ലോർഡ്, ടു whom shall we go? ഞങ്ങൾ എവിടെ പോകും? You have the words of eternal life, Lord. മാറാനാഥ ചർച്ച്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഈ കോവിഡ് പീരീഡിൽ ഈ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും മുൻപിൽ വന്ന, കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ അത് മാത്രം മതി. ഞാൻ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് 5 minutes. നിങ്ങളുടെ മുൻപിൽ ഈ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട്, ഈ ഒരു അലേർട്ട് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. റെഡ് സിഗ്നൽ വേണോ, ഓറഞ്ച് വേണോ, പച്ച സിഗ്നൽ വേണോ? You have the options in front of you. Are you facing Demas dilemma in your life? ദേമാസിനെ പോലെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം. നിങ്ങളെപ്പറ്റി പറയാൻ
ഒരു സ്പിരിച്വലി പറയാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എവിടെയെങ്കിലും ഒരു 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 ആത്മധൈര്യക്കുറവുണ്ടോ? കോൺഫിഡന്റ് ആയി സ്പിരിച്വൽ സ്റ്റാറ്റസിനെ പറ്റി പറയാൻ സഭയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടോ? യു ഹാവ് ടു വാച്ച് ഔട്ട്. ഡു യു ഹാവ് ഡെമാസ് സിൻഡ്രോം ഇൻ യുവർ ലൈഫ്? കൂട്ടുപേരക്കാരൻ വെറും പേരായി, ലെഫ്റ്റ് പോൾ എന്നെ വിട്ടുപോയി എന്ന് പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവിന്റെ വരവിൽ ആ ഹോൾ ഓഫ് ഫെയ്ത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ എന്റെ ഭാവനയിൽ ഞാൻ പറയുക, സ്തെഫാനോസിനെയൊക്കെ കണ്ടാൽ ഈ ദേമാസ് പൊട്ടിക്കരയും. അയ്യോ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അരിസ്തർഹോസിനെയും മർക്കോസിനെയും എപ്പഫ്രാസിനെയും ഒക്കെ കാണുമ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരയും. ഇതുപോലെ പൊട്ടിക്കരയാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. Past service is no guarantee of future faithfulness. We must depend on the Lord. 1980 നിങ്ങളൊരു സംഭവമായിരുന്നു കാണും. 2000 എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും. 2018 ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കർത്താവ് ചോദിക്കുന്നു, ഇപ്പോഴെന്തുവാ? We must depend on the Lord. നാം ദൈവത്തിൽ ആശ്രയിക്കണം. കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ബിസി. എല്ലാ ആൾക്കാരും ബിസിയാ. ഒരു സൈഡ് ഓൺലൈൻ, ഒരു സൈഡ് ജോലി, ഒരു സൈഡ് ഫോൺ കോൾ. എവ്രിവൺ ഈസ് ബിസി. ഞാൻ എന്റെ ക്വൈറ്റ് ടൈമിൽ ദൈവം എന്നോട് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ധാരാളം പോസ്റ്ററുകൾ ആക്കിയിട്ടുണ്ട്. അതിലൊരു പോസ്റ്റർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷമുവേൽ ബാലൻ പറയുന്നു, അവനൊരു LKG സ്റ്റുഡന്റ്, അവനൊരു കൊച്ചു സ്കൂൾ സ്റ്റുഡന്റ് അത്രയും പ്രായമുള്ളൂ. ആ നിഷ്കളങ്കത നിങ്ങളൊന്ന് കൈവരിക്കണം ഈ കോവിഡ് സീസണിൽ. എന്നിട്ട് പറയണം, യേശുവേ, യഹോവേ, ദൈവമേ, നാഥാ, അരുളി ചെയ്യണമേ. ആ മൃദുസ്വരം എനിക്ക് പെരുത്തിഷ്ടമാണ്. I love his soft voice amidst all the noises of the world. Let's tune in to listen to his voice. ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ലൈഫിനെ നിറക്കി വെക്കാം. ഞാൻ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. As a wise person once said, ജ്ഞാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, we inspect because we expect a defect. ഞങ്ങൾ പരിശോധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ഒരു ഡിഫക്റ്റ് വരാം. നിങ്ങൾ ചിന്തിക്കല്ലേ നമ്മളൊരു സംഭവമാണ്. ഞാനും നിങ്ങളും ചിന്തിക്കല്ലേ, അയ്യോ ഞാൻ ഒരു വലിയ സംഭവമാണ്. നോ, ദേമാസ് ഒരു സംഭവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നഷ്ടപ്പെട്ടു പോയി നൊടിയിടയ്ക്കുള്ളിൽ. Today's perfect process is tomorrow's opportunities for improvement. ഇന്നത്തെ മഹത്തായ പ്രോസസ്സുകൾ നാളത്തെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള അവസരങ്ങളാണെന്നുള്ള കാര്യവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറന്നു പോകുവാൻ പാടില്ല. ഇത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഒരു പാട്ടിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാ. ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് പാടാൻ ഇങ്ങനെയുള്ളൂ. അർദ്ധപ്രാണനായി കിടന്നൊരെന്നെ നാഥാ നീ രക്ഷ ചെയ്തു. Amazing grace, how sweet a sound that saved a wretch like me. പക്ഷേ ഇന്നത്തെ എന്റെ പ്രാർത്ഥന, എന്റെ വർത്തമാന പ്രാർത്ഥന, അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിന്റെ പാദം എനിക്ക് ശരിക്കും സേവിക്കണം. All to Jesus I surrender, humbly at his feet I bow. എന്റെ ഭാവി സ്വപ്നം, my future dream is like this. നീ വളർന്നും ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞ് ഞാൻ മായണം. You must increase, I must decrease, Lord. I will bow down and you will be adored. കർത്താവേ, നീ വളരണം. ഷാർലറ്റ് ഒട്ടും വളരണ്ട. ഷാർലറ്റ് കുറഞ്ഞു നിന്നിൽ മറഞ്ഞ് ഷാർലറ്റ് അങ്ങ് മായണം. ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളെ ഒന്ന് ക്രിസ്തുവിൽ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2020 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 25 35 40 60 കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മളൊക്കെ ഈ ലോകത്ത് അപ്രത്യക്ഷരാകും. ഈ ലോകത്ത് നിന്ന് മാറിപ്പോകും. നമ്മുടെ ശവക്കല്ലറ വിളിച്ചു പറയണം, ഈ ബ്രദർ, ഈ സിസ്റ്റർ, ഈ അച്ചായൻ ദൈവമേൽപ്പിച്ച സകല ദൗത്യവും 100% ദൗത്യബോധത്തോടെ ചെയ്തിട്ടാണ് വിടവാങ്ങിയതെന്ന് ശവക്കല്ലറ ലജ്ജയോടെ വിളിച്ചു പറയണം. അതായത് സാത്താൻ നാണിക്കണം, ലജ്ജിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇവൻ ഒന്നും ബാക്കി വെച്ചില്ല, ഇവൻ സകലതും ചെയ്തിട്ടാ പോയെന്ന് പറഞ്ഞ
സാത്താൻ ലജ്ജിക്കണം. മനുഷ്യൻ ചിലപ്പോൾ നമ്മളെ പുകഴ്ത്തും. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ശവക്കല്ലറ വിളിച്ചു പറയണം, ഈ ബ്രദർ, ഈ സിസ്റ്റർ, മാറാനാഥയിലെ ഈ സഹോദരങ്ങൾ ദൈവമേൽപ്പിച്ചത് 100% ചെയ്തിട്ടാണ് ആമേൻ ഗുഡ് ബൈ പറഞ്ഞു പോയത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഓൾട്ടർ കോൾ തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ദൈവം നിങ്ങളോട്, ഇഫ് ഗോഡ് സ്പീക്സ് ടു യു ടുനൈറ്റ്, നിങ്ങളുടെ കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഒരു വാക്കിലൂടെയോ, ഒരു ചിന്തയിലൂടെയോ, ഒരു ഉദാഹരണത്തിലൂടെയോ തമ്പുരാൻ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ഞാൻ എൻ്റെ ഹൃദയമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഒരു പ്രസംഗ വിഷയമല്ല ഞാൻ അവതരിപ്പിച്ചത്. ദൈവം എന്നെ പ്രോസസ് ചെയ്തത്, ദൈവം എന്നോട് സംസാരിച്ചത്, ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയാൻ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കരമൊന്ന് ചേർത്ത് വെക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ശരിക്കും ഭാഗ്യമുള്ളവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ഇത്രയധികം റിസോഴ്സുകൾ തന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നല്ല അനുഭവങ്ങൾക്ക്, ഗ്രീൻ സോൺ ഏരിയാസിനൊക്കെ നന്ദി പറയുന്നപ്പ. Lord, we are really privileged to live in this generation, Lord. We are really happy to be the part of, God's kingdom, Father, Lord. കൂട്ടുവേലക്കാരനാവാൻ ഭാഗ്യം ലഭിക്കും. പൗലോസിനെ പോലെ മെന്റേഴ്സിനെ ഞങ്ങൾക്ക് തന്നു, പാസ്റ്റേഴ്സിനെ തന്നു, സീനിയർ മെന്റേഴ്സിനെ തന്നു, അപ്പനെയും അമ്മയും തന്നു. മർക്കോസിനെ പോലെയുള്ള ഗോഡ് ഗിവൻ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് തന്നു. താങ്ക് യു ലോർഡ്. അതിലുപരി ശരിക്കും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷെ എവിടെയൊക്കെയോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഗ്രീൻ സോണിൽ തന്നെ എനിക്ക് തുടരണം. എന്റെ ദൈവമേ, ഈ മാറാനാഥ ചർച്ചിലെ എല്ലാ അംഗങ്ങളും ഗ്രീൻ സോണിൽ തന്നെ യാത്ര ചെയ്യണം. യെസ് ലോർഡ്, എന്റെ ഹൃദയം ഞാൻ ഈ സൂം മീറ്റിംഗിൽ കർത്താവ് ഏൽപ്പിച്ചത് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിവർ പ്രോസസ് ചെയ്യണം. ഇവരോട് ഇത് വാദിക്കണം. ഈ ചിന്ത ഇവർക്ക് സ്വസ്ഥത കൊടുക്കല്ലേ. ഞാൻ അങ്ങനെ പറയാം, ക്ഷമിക്കണമേ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ശരിക്കും ഒന്ന് പ്രോസസ് ചെയ്ത് രാഗി മൂർപ്പിച്ച അല്ലെങ്കിൽ നന്നായി പ്രോസസ് ചെയ്യപ്പെട്ട ഒരു ഉപകരണമായി ഇവർ മാറണമേ എന്നോട് പ്രാർത്ഥിക്കും. ഒരു തട്ടിക്കൂട്ട് വിശ്വാസിയായിട്ടല്ല. We don't want to become a normal believer. ശരിക്കും ദൈവരാജ്യം സംബന്ധിച്ച് പാഷനേറ്റ് ആയിട്ട് സെൽസായിട്ട് ഓടാൻ ദൈവം സഹായിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.